ഭാരതത്തിൻ്റെ രണ്ടാമത്തെ മദർ തെരേസ എന്ന് അപരനാമത്തിന് അർഹയായ മദർ മേരി ലിറ്റി ചങ്ങനാശ്ശേരി കുന്നന്താനത്ത് ആരംഭിച്ച ദൈവ പരിപാലന ഭവനത്തിലെ സമർപ്പിതരുടെ സേവനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരും വൈദ്യശാസ്ത്രവും ഒക്കെ ഉപേക്ഷിച്ച മനുഷ്യജീവനുകളെ വിലപ്പെട്ടതായി കരുതി രാപകൽ അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ സിസ്റ്റർമാരുടെ, ഈ സമർപ്പിതരുടെ സേവനങ്ങളെ മതപരിവർത്തനമെന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കും? ഞാൻ സിസ്റ്റർ മേരി പ്രീതി, ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സന്യാസ സമൂഹത്തിലെ അംഗമാണ്. മാനസികവും ഭൗതികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളെ അവർക്ക് എല്ലാം ചെയ്തു കൊടുത്ത് ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഈ സന്യാസ സമൂഹത്തിൻ്റെ കാര്യസം. അതുപോലെ കുടുംബ പ്രേക്ഷിതത്വം, വചനപ്രഘോഷണം എന്നിവയും ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യസങ്ങളാണ്. ഈ സമൂഹത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഡോക്ടേഴ്സ്, നേഴ്സസ്, ഡ്രൈവർമാർ, അതുപോലെ മറ്റുള്ള എല്ലാ മേഖലകളിലും വൈദഗ്ധ്യമുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് സിസ്റ്റർ ഓജസ്. ഇവിടുത്തെ വാഹനം എടുക്കുന്നത് സിസ്റ്ററാണ്, ഡ്രൈവറാണ്. കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും അതുപോലെ സ്കൂളിൽ കൊണ്ടാക്കുന്നതിനും ഒക്കെ അത് സിസ്റ്റർ ചെയ്തു വരുന്നു. എല്ലാ ശുശ്രൂഷകളും ഈശോയുടെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. മദർ തെരേസ ഭാരതത്തിന്, പാവപ്പെട്ട മനുഷ്യർക്ക്, കുഷ്ഠരോഗികൾക്ക്, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യജീവിതങ്ങൾക്ക് ചെയ്ത ആ മഹനീയമായ ശുശ്രൂഷ ഇന്ന് കേരളത്തിൻ്റെ വിവിധങ്ങളായ സന്യാസ ഭവനങ്ങളിൽ, സന്യാസത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ, അതുപോലെ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വളരെ നിസ്വാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറത്തുനിന്ന് മറ്റുള്ള ജോലിക്കാരെയോ അങ്ങനെയുള്ള ആളുകളെയൊന്നും നമ്മളിവിടെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കണ്ണിലുണ്ണികളായ ഈ പാവപ്പെട്ട മക്കളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ കഴിവുകളെല്ലാം ഈ കുഞ്ഞുമക്കളെ ശുശ്രൂഷിക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള എല്ലാ മേഖലകളിലുമുള്ള ജോലികൾ ചെയ്യുന്നതും സിസ്റ്റേഴ്സ് തന്നെയാണ്. ഇതാണ് സമർപ്പിതർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ. ഇത് മറ്റുള്ളവരറിയണമെന്ന് അവരാഗ്രഹിക്കുന്നില്ല. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്നുള്ള യേശുനാഥൻ്റെ ആ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് അവർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ മക്കൾക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയെ മതപരിവർത്തനമെന്നോ നമുക്ക് വിളിക്കാൻ കഴിയുമോ?